കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. ബാബുരാജ് പി ജി മകൾ ശ്രീകുട്ടി ബാബുരാജ് പി എന്നയാളെ ഭാര്യയായി സ്വീകരിക്കുന്നു. ശ്രീകുട്ടിയിൽ ആൻസൺ പൗലോസ് മകൻ തോമസ് ആൻസൺ എന്നയാളെ ഭർത്താവായി സ്വീകരിക്കുന്നു. എനിക്ക് തൈറോയിഡിന് അസുഖം ഉണ്ടായിരുന്നു. അസുഖത്തിന് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയത്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അടുത്തത്. ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരി മരുന്ന് തന്നു ലാസ്റ്റ് ഞാൻ പറഞ്ഞു അത് വേറെ സാധനം കിട്ടും. സീക്രട്ടാണ്, ഞങ്ങൾക്ക് രണ്ടു മാത്രം അറിയും. അത്യാവശ്യത്തിന് വേണ്ടി ഒരു മരുന്ന് തന്നു. അങ്ങനെ ലാസ്റ്റ് കാര്യാലയം 5 മിനിറ്റ് കഴിഞ്ഞാൽ കല്യാണം കഴിയും. എല്ലാം പെട്ടെന്ന് ഒട്ടും പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് നല്ല സുഹൃത്തുക്കളായിട്ട് കുറെ കാലം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആക്ച്വലി അറിയായിരുന്നു എനിക്ക് പറ്റിയ ടൈപ്പ് ഓഫ് ആളാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു പാർട്ട്ണർ എന്ന ലെവലിലേക്ക് നമുക്ക് എക്സാക്ട്ലി ചിന്തിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണായിട്ട് എനിക്ക് എപ്പോൾ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ വീട്ടിൽ ചോദിച്ചോട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡയറക്റ്റ് പോയി വീട്ടിൽ ചോദിച്ചു. ആദ്യം അവർക്ക് പറഞ്ഞ പോലെ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. എല്ലാവരുടെ ഹാപ്പിനെസ്സിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിലാണ് അടിപൊളി. ഭയങ്കര രസം കേട്ടോ മൊമെന്റ്. ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ആവുന്നൊട്ടും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഫാമിലി എല്ലാവരും വന്ന് വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേരുടെ കൂടെ വളരെ അടിപൊളി മൊമെന്റ്. എനിക്കറിയാലോ, അതുകൊണ്ടല്ലേ ഞാൻ മുഖത്തേക്ക് നോക്കില്ല. എങ്ങനെ കണ്ടു നിറയെ എനിക്ക് മനസ്സിലായി. ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. എന്തൊക്കെയോ മൊമെന്റ് കടന്നുപോയി. കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങളിൽ കയറി ഇറങ്ങിയാണ് പോകും. നമ്മളിങ്ങനെ പാരന്റ്സിനെ നോക്കുമ്പോ അവർക്ക് ഉണ്ടാവണ ഇമോഷനൊക്കെ കാണുമ്പോഴേ കരഞ്ഞ് കണ്ണൊക്കെ നിറയുമ്പോ രസമായി കാണാം. സന്തോഷക്കണ്ണീരാണല്ലോ. നമ്മൾ ഭയങ്കര റെസ്പെക്റ്റാ. ഞാൻ വെറുതെ പറയുന്നത് എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് അതാണ് ലൈഫിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഡൗൺ ആയി പോകുമ്പോ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുള്ളതാണ്. അല്ലേ? ആണ് എന്റെ മിന്നു.